ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ കേരളത്തിലും നമ്മുടെ ലൊക്കാലിറ്റിയിലൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് വൈഡ് സ്പ്രെഡായിട്ട് കാണപ്പെടുന്ന ഒരു ജീവിയെക്കുറിച്ചാണ്. ജയൻറ്റ് ആഫ്രിക്കൻ മില്ലിപ്പീഡ്. നമ്മൾ മലയാളത്തിൽ ഇതിനെ തേരട്ട, ചേരട്ട, പെരുമാളയട്ട എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇത് ബേസിക്കലി ഒരു ഇൻസെക്റ്റ് അല്ല, ഇത് ഡിപ്ലോപോഡ ക്ലാസ്സിൽ പെടുന്ന ഒരു ജീവിയാണ്. ഇതിന്റെ ഫാമിലി എന്ന് പറയുന്നത് സ്പിറോസ്ട്രെപ്റ്റിഡേ, പിന്നെ സ്പീഷീസ് എന്ന് പറയുന്നത് ആർക്കിസ് സ്പിറോസ്ട്രെപ്റ്റസ് ഗിഗാസ് എന്നാണ്. ഇതിൻ്റെ ഈ വല്ലാത്തൊരു ബൈനോമിയൽ നെയിം ഇട്ടേക്കുന്നത് പീറ്റേഴ്സ് 1855 അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷിലെ കോമൺ നെയിംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജയൻറ്റ് ആഫ്രിക്കൻ മില്ലിപ്പീഡ്, ആഫ്രിക്കൻ ജയൻറ്റ് ബ്ലാക്ക് മില്ലിപ്പീഡ്, പിന്നെ സുളു ലാംഗ്വേജിൽ സോങ്കലോളോ അല്ലെങ്കിൽ ബോങ്കലോളോ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഇതിൻ്റെ നേച്ചറിലുള്ള റോൾ എന്ന് പറയുന്നത് ഡീകമ്പോസർ റോളാണ്. അതായത് ചീയുന്ന ചെടിയും മരവും ഇലകളും തടിയും ഒക്കെ തന്നെ ഡീകമ്പോസ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ന്യൂട്രിയൻസ് ആക്കി സോയിലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇതിന് പൊതുവേ മണ്ണിൽ പൊത്തൊക്കെ ഉണ്ടാക്കുന്ന സ്വഭാവമുണ്ട്. അത് മണ്ണിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും, പിന്നെ പ്ലാന്റ് ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഈ മണ്ണിലുള്ള ഹോൾസ് വെള്ളം മണ്ണിൽ ഇരിക്കാനും അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കും. പിന്നെ ഇതിൻ്റെ ഈ എക്സോസ്കെൽറ്റണിൽ, അതായത് പുറത്ത് ഒരു ചെറിയ ചെറിയ പ്രാണികളെ കാണാം. അത് യൂഷ്വലി ചെള്ളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാബിറ്റാറ്റിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ആഫ്രിക്കയാണ്. പിന്നെ ബേസിക്കായിട്ട് മൊസാംബിക് മുതൽ കെനിയ വരെയുള്ള പാർട്ടുകൾ, പിന്നെ സൗദി അറേബ്യയിലൊക്കെ തന്നെ ഇത് കണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ വീഡിയോ ഇപ്പോൾ എടുത്തേക്കുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ ഇത് ഇഷ്ടംമാതിരി ഉണ്ട്. ഇത് പൊതുവെ കാണപ്പെടുന്നത് ലോലാൻഡ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഏരിയാസിലാണ്, അതായത് ഒരുപാട് ഇലവീഴ്ചയും ചീഞ്ഞ ഇലകളും തടികളും ഒക്കെ ഉള്ള ഏരിയ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീക്കേയിങ് ലീവ്സ്, വുഡ്, ഫ്രൂട്ട്, ഫംഗൈ എന്നിവയൊക്കെ. ചില സാഹചര്യങ്ങളിൽ ചത്ത ഇൻസെക്റ്റിനെയും ഇത് ആഹാരമാക്കാറുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ലിവിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 to 24 ഡിഗ്രി സെൽഷ്യസിൽ വാം ആൻഡ് ഹ്യൂമിഡ് എൻവയോൺമെൻറ്റ്സ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള സോയിൽ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇതിന് ഈ മാളങ്ങൾ ഉണ്ടാക്കാനും മുട്ടയിടാനൊക്കെ പറ്റുള്ളൂ. വെയിലൊന്നും അധികം അടിക്കാത്ത ഇടങ്ങളാണ് കൂടുതൽ ഇത് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ മുട്ടയിട്ടാണ് ഇത് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. മുട്ട ഹാച്ച് ചെയ്യാൻ എടുക്കുന്നത് ഒരു 2 to 3 ആഴ്ച വരെയാണ്. അത് കഴിഞ്ഞിട്ട് ജുവനൈൽസ് ഫോം ചെയ്യും. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽട്ട് സ്റ്റേജ് ആണ്. അതൊരു 8 to 12 മാസത്തിനിടയിലാണ് ഇത് അഡൽട്ട് ആവുന്നത്. ടോട്ടൽ ലൈഫ് സ്പാൻ ഒരു 10 വർഷം വരെ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഒരു പ്രഡേഷൻ ആൻഡ് ഡിഫെൻസ് പറയാം. അപ്പോൾ ഇതൊരു സ്ട്രിക്ട്ലി ഹെർബിവോറസ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. അപ്പോൾ ഇതൊരു പ്രഡേറ്ററേ അല്ല. ഇനി ഇതിൻ്റെ ഒരു ഡിഫെൻസ് മെക്കാനിസം പറയുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ആർമർ ലെയർ ഉണ്ട്, ഒരു നല്ല കട്ടി കൂടിയ ഒരു ലെയർ. ഇതിൻ്റെ താഴ്ഭാഗമാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആണ്. അപ്പോൾ പ്രഡേറ്റേഴ്സ് അറ്റാക്ക് ചെയ്യുന്നത് കൂടുതലായിട്ടും ആ സോഫ്റ്റ് പാർട്ടിലായിരിക്കും. അപ്പോൾ ആ ഭാഗം സംരക്ഷിക്കാനായിട്ടും അറ്റാക്ക് കുറയ്ക്കാനായിട്ടുമാണ് ഇത് ചുരുണ്ട് കിടക്കുന്നത്. ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ചുരുണ്ട് കിടക്കും. അത് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വെലിക്യുനോണും പിന്നെ മീഥോക്സി, മീഥൈൽ ബെൻസോക്യുനോൺ പോലെയുള്ള റെസ്പിനാറ്റോറിയൽ ഫ്ലൂയിഡ്സ്, അതായത് ബേസിക്കലി കെമിക്കൽസ് ഇത് സെക്രീറ്റ് ചെയ്യും. അങ്ങനെയും ഒരു ഡിഫൻസ് മെക്കാനിസം ഇതിനുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ IUCN ലീസ്റ്റ് കൺസേൺഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്ന ഒരു ജീവിയാണ്. ഇതിൻ്റെ പോപ്പുലേഷനിലുള്ള ഒരു ത്രെറ്റ് എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് ലോസും പിന്നെ പെറ്റ് ട്രേഡും ആണ്. അതായത് ഇത് പെറ്റ്സ് ആയിട്ട് ഒരുപാട് ട്രേഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ആഫ്രിക്കൻ കൾച്ചറിൽ ഇത് ഒരു സിമ്പിൾ ഓഫ് ലക്കായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇതിനെ പെറ്റ്സ് ആയിട്ട് കൂടുതലായിട്ടും കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു അനുസരണയുള്ള ഒരു നേച്ചറും ഇക്കോളജിക്കൽ റോളൊക്കെ കാരണം കൊണ്ട് തന്നെ ഒരുപാട് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിലും സൂസിലൊക്കെ ഇതിനെ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയുടെയൊക്കെ തുടക്കത്തിൽ സുളു ഭാഷയിൽ ഇതിൻ്റെ ഷോങ്കളോളോ എന്ന് പറഞ്ഞാണ് വിളിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു നാടോടി കഥകളിലൊക്കെ ഈ ഷോങ്കളോളോ എന്ന് പറഞ്ഞിട്ട് ഇതിനെ റെഫർ ചെയ്യുന്നുണ്ട് പലയിടത്തായിട്ടും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മുടെ മലയാളത്തിന് അട്ട വെച്ചിട്ടുള്ള യൂസേജസ് ഒക്കെ കുറേ ഉണ്ട്. കാരണം രാവിലെ ഒക്കെ കിടന്നുറങ്ങുന്നവരെ അട്ടമാതിരി ചുരുണ്ട് കിടന്നുറങ്ങുക എന്നൊക്കെ പറയാറുമുണ്ട്. പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കാലുള്ള സ്പീഷീസുകളും ഈ അട്ടകൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പേര് മില്ലിപ്പീഡ്, അതായത് മില്യൺ ലെഗ്സ് ഉള്ളത് കൊണ്ടാണ് മില്ലിപ്പീഡ് എന്ന് വിളിക്കുന്നത്. എങ്കിലും മില്യൺ ലെഗ്സ് ഒന്നുമില്ല. ഇതിന് ഈ ഒരു സ്പീഷീസിന് 256 മാക്സിമം ലെഗ്സ് എന്നാണ് പറയുന്നത്. അട്ടകളിൽ തന്നെ യൂമില്ലിപ്പസ് പെർസെപ്പോൺ എന്ന് പറഞ്ഞൊരു സ്പീഷീസ്, ഒരു വെസ്റ്റേൺ ഓസ്ട്രേലിയൻ നേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പീഷീസ്. അതിന് 1000-ന് മുകളിൽ കാലുകളുണ്ട് എന്നും അതാണ് ഏറ്റവും കൂടുതൽ കാലുകളുള്ള ഭൂമിയിലെ ജീവി എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടൽ. അതിൻ്റെ മുകളിലേക്ക് ഒന്നിനും തന്നെ അത്രയും കാലുകളുള്ളതായിട്ട് ഇതേവരെ കണ്ടെത്തിയിട്ടില്ല. നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള വളരെ കോമൺ ആയിട്ട് കേരളത്തിൽ കാണാൻ കഴിയുന്ന ഒരു ജീവിയാണെങ്കിലും ഇതിൻ്റെ അകത്തെ കണ്ടൻസ്, ഈ വീഡിയോയിലെ കണ്ടൻസും ഇൻഫർമേഷനും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.